വി.ഡി. സതീശൻ സർക്കാർ ഞെട്ടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. തിങ്കളാഴ്ച അധികാരമേറ്റ് 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ മലയാളികളെ ഒന്നാകെ കയ്യിലെടുക്കുന്ന, അവരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന ജനകീയ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 2 വാഗ്ദാനങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കാനുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച് സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷ കാത്തിരിക്കുകയാണ്. തങ്ങൾ പ്രതിപക്ഷത്തായിരിക്കെ വിമർശനം ഉന്നയിച്ച, എതിർത്ത പദ്ധതികളിലും വിഷയങ്ങളിലും ഒരു നിലപാട് മാറ്റവുമില്ലെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ വി.ഡി. സർക്കാർ. ബുധനാഴ്ച നടക്കുന്ന പതിവ് മന്ത്രിസഭാ യോഗം ഇന്ന് ചേർന്നപ്പോൾ അതിനിർണായകമായ തീരുമാനങ്ങളാണ് UDF സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും സുപ്രധാനമായ ഒന്നാണ് കേരയിൽ പദ്ധതി റദ്ദാക്കാനുള്ള തീരുമാനം. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിരുന്നു സിൽവർ ലൈൻ എന്ന കേരയിൽ. കേരളം ഒന്നാകെ എതിർത്തിട്ടും സാധാരണക്കാരെ അങ്ങേയറ്റം ദ്രോഹിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോകാനായിരുന്നു പിണറായി സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ പദ്ധതി അറബിക്കടലിൽ എറിഞ്ഞിരിക്കുകയാണ്. സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം റദ്ദാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്നതാണ് നടപടി. കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞവരോട് കേരയിൽ വരില്ല കേട്ടോ എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് UDF സർക്കാർ. പദ്ധതിക്കെതിരെ നടന്ന സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് പിൻവലിക്കാൻ കോടതി മുമ്പാകെ ശുപാർശ നൽകും. അടുക്കളകളിൽ ഉൾപ്പെടെ സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു തീരുമാനം അത് ഉദ്യോഗാർത്ഥികളായ യുവാക്കളെയും യുവതികളെയും സന്തോഷിപ്പിക്കുന്നതാണ്. ഈ വർഷം ഓഗസ്റ്റ് 31-ന് കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കും. ഇക്കാര്യം PSCയോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസം നൽകുന്നതാണ് തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾ കാരണം 2 മാസത്തിലധികമായി നിയമനങ്ങളൊന്നും നടന്നിട്ടില്ലെന്നത് കണക്കിലെടുത്താണ് ഈ നീക്കം. അടുത്തത് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. UDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനായി വിഷൻ 2031 എന്ന പേരിൽ പദ്ധതി തയ്യാറാക്കും. വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഓരോ വകുപ്പുകളോടും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഒപ്പം ജൂൺ 1 മുതൽ 100 ദിന കർമ്മ പരിപാടിക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അടിയന്തരമായി ചെയ്യേണ്ട, പെട്ടെന്ന് തീർപ്പാക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണിത്. വരും ദിനങ്ങളിലും കൂടുതൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സൂചന മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. മാത്രവുമല്ല, അടുത്ത ഏതാനും മാസത്തിനുള്ളിൽ സംസ്ഥാനത്തിന് വേണ്ടി ചില ഡ്രീം പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും VDS പറഞ്ഞു. അങ്ങനെ വേറെ ലെവലിൽ മുന്നേറുകയാണ് VDSും കൂട്ടരും.